ഹായ് ഗായ്സ്, അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷനാണ് കേട്ടോ. അപ്പോൾ രാത്രി വന്ന് നമ്മൾ നല്ല അടിപൊളി ക്രീമി ആയിട്ടുള്ളൊരു മഷ്റൂം കറിയും ചപ്പാത്തിയൊക്കെ കഴിച്ചതിന് ശേഷം നമുക്കിനി കുറച്ചുകൂടെ ഷോപ്പിംഗ് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ചേട്ടായി കൂടെ കണി ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള തുളസിമാല, അതേപോലെ പിച്ചിപ്പൂവ്, മുല്ലപ്പൂവ് ഇതൊക്കെ മേടിക്കാൻ വേണ്ടി പോയിക്കുമായിരുന്നു. അപ്പോൾ നമുക്കൊരു നല്ല സൂപ്പർ സുന്ദരി കൃഷ്ണനെ കിട്ടിയിട്ടുണ്ട് ഈ വട്ടം. അപ്പോൾ കൃഷ്ണനെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മാല മേടിക്കുന്നത്. വന്നതിന് ശേഷം ഞാൻ കുളിച്ചിട്ടാണ് കണി ഒരുക്കാൻ പോകുന്നത്. ചേട്ടായി കുളിക്കാത്തതുകൊണ്ട് മാറി നിന്ന് എന്നേക്ക് സപ്പോർട്ട് ചെയ്യുക പുള്ളിക്കാരൻ. ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നത്. കാരണം രാത്രി ബാക്കി എല്ലാവരും ഉറങ്ങി കേട്ടോ. ഞങ്ങളുടെ ഇടയിൽ മാത്രമേ ഉണർന്നിരിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പണ്ട് തൊട്ടേ ഞാൻ ഒരുക്കുന്നത് കണി ഒരുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എനിക്കത് കറക്റ്റ് ഇങ്ങനെയൊക്കെ ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അരി വെക്കുക, അതിൻ്റെ മേളിൽ ഒരു നമ്മുടെ എന്താ പറയുക, കണിക്കൊന്ന വെക്കുക. അതിൻ്റെ മേളിൽ ഫ്രൂട്ട്സ്, പഴം, നമ്മുടെ കയ്യിലിരിക്കുന്ന എന്തൊക്കെയാണോ അതെല്ലാം വെക്കുക. സൈഡിൽ മുണ്ട്, സ്വർണം, നാണയങ്ങൾ, പിന്നെ വാൽക്കണ്ണാടി ഇതെല്ലാം വെക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പണ്ടോട്ടേ ചെയ്യുന്നത്. ഞാൻ പണ്ട് നമ്മുടെ വീട്ടിൽ ചെയ്യുമായിരുന്നു. അന്നൊക്കെ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തുള്ള ചക്ക, മാങ്ങ, തെങ്ങ അങ്ങനത്തെ പരിപാടിയൊക്കെ വെച്ച് ചെയ്യുമായിരുന്നു. ഇപ്പോൾ പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മുടെ വീടിൻ്റെ ചുറ്റും അങ്ങനെയൊന്നും ഒരുപാടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ചെന്നൈയിലുള്ളപ്പോഴായാലും നമ്മളെല്ലാം മേടിച്ചിട്ട് കണി ഒരുക്കും. അങ്ങനെ ഇന്ന് ഈ വട്ടം നമ്മൾ ആവശ്യത്തിനുള്ളതെല്ലാം മേടിച്ച് നല്ല അടിപൊളിയായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെന്നൈയിൽ ഞങ്ങൾ കണിയൊരുക്കുമ്പോൾ ഞങ്ങൾക്ക് ആകെ കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്നറിയോ, ബാക്കി എല്ലാം കിട്ടും, കണിക്കൊന്ന കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ എല്ലാം ഈ വിഷുവിൻ്റെ തലേന്ന് ഇഷ്ടം പോലെ കണിക്കൊന്ന എവിടെന്നെങ്കിലും ഒന്നുകിൽ വീടുകളിൽ കാണും, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ കാണും, അല്ലെങ്കിൽ അത് വിൽക്കാനെങ്കിലും കിട്ടും. ഇത് ചെന്നൈയിൽ എവിടെ പോയാലും കണിക്കൊന്ന കിട്ടത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കോയമ്പേട് മാർക്കറ്റിൽ പോയിട്ടാട്ടോ കണിക്കൊന്ന മേടിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ചെന്നൈയിലുള്ളവരാണെങ്കിൽ കണിക്കൊന്ന കിട്ടുന്നില്ലെങ്കിൽ കോയമ്പേട് മാർക്കറ്റിൽ പോകണം കേട്ടോ. അതേപോലെ കൃഷ്ണൻ്റെ നമ്മൾ വിഗ്രഹം വെക്കുന്നതിന് മുമ്പ് നമ്മുടെ ചെറിയ മഞ്ഞ കോടി തുണി അതിൻ്റെ മേളിൽ വേണം വെക്കാൻ. അപ്പോൾ നമ്മളത് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേളിൽ നമ്മുടെ കൃഷ്ണൻ്റെ വിഗ്രഹം എടുത്ത് വെച്ചു. കഴിഞ്ഞ വട്ടമൊക്കെ ഒരുക്കുമ്പോഴാണെങ്കിൽ എൻ്റെ കയ്യിൽ കുഞ്ഞ് കൃഷ്ണനെ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പോൾ ഈ വട്ടം എന്തായാലും ഗുരുവായൂരുന്നൊരു നല്ല വലിയ കൃഷ്ണനെ കിട്ടിയോണ്ട് എനിക്ക് നല്ല സൂപ്പറായിട്ട് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് നല്ല സുന്ദരിയായിട്ടുള്ള കൃഷ്ണനാണ്. അപ്പോൾ ഇത് അടുത്ത ദിവസം വെളുപ്പിൻ്റെ 4 മണിയാണ് കേട്ടോ. അപ്പോൾ അമ്മയും ചേട്ടായിയും കൂടെ അമ്മ ഓൾറെഡി ചേട്ടായി കണ്ട്, അത് കഴിഞ്ഞ് അമ്മേനെ പോയി വിളിച്ചുകൊണ്ട് വന്ന് അമ്മേനെ കാണിച്ച് അമ്മ ഇവിടെയും കണ്ടിട്ട് ഇപ്പം ഞങ്ങളെല്ലാം വിളിച്ചുകൊണ്ടിരുത്തി കാണിച്ചേട്ടോ. കാണിച്ചതിന് ശേഷം അമ്മൂനും മോനൂനും ചേട്ടായി ദക്ഷിണയൊക്കെ കൊടുക്കുകയാണ്. എനിക്കും തന്നെ കേട്ടോ വിഷു കൈ നീട്ടം. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് അമ്മ ഒന്നുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവൾ ഭയങ്കര ഒരു ഭക്തയാണ്. മോന് നേരെ ഓപ്പോസിറ്റുമാണ് കേട്ടോ. ഇനി ഞാനും ചേട്ടായി അമ്മയും കൂടെ താഴോട്ട് പോകും കേട്ടോ. അവിടുത്തെ കണിയൊക്കെ കാണിച്ചു തരാൻ വേണ്ടി ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും കേട്ടോ അമ്മ. അപ്പോൾ ചേച്ചി ഇന്നലെ രാത്രിയിലെ 2 വീടിൻ്റെ മുറ്റത്ത് കോലമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഐശ്വര്യം വരുമെന്നാണ് കേട്ടോ പറയുന്നത്, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കോലം ഇട്ട. അപ്പോൾ അവിടുത്തെ കണി നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അതിനുശേഷം അമ്മ എനിക്കും കൈനീട്ടമൊക്കെ തന്നു. ചേട്ടായിക്ക് ഉറക്കമില്ലാത്ത ആളുണ്ട് കേട്ടോ, പുള്ളിക്കാരെ എല്ലാവരും വിളിച്ചുണർത്തുന്നത്. അപ്പോൾ ഇവിടെ കണി ചേട്ടായി കണ്ടതിന് ശേഷം ഞങ്ങളെ താഴെ. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം എണീച്ച് കുളിച്ച് റെഡിയായിട്ട് നമ്മളിനി അമ്പലത്തിൽ പോവുകയാണ്. അപ്പോൾ അമ്മ ഞങ്ങൾക്കൊക്കെ കൈനീട്ടം തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീടിന് ഓപ്പോസിറ്റ് ഉള്ള ശിവൻ്റെ അമ്പലത്തിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നല്ല ചൂടുണ്ട്. അപ്പോൾ അമ്മയും വരുന്നുണ്ട്, 2 അമ്മമാരും ഞാനും അമ്മുവും കാണാൻ പോകുന്നത്. വന്നിട്ട് വേണം നമുക്ക് വിഷു സദ്യയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും അമ്മുവും കുറച്ച് സ്പീഡാണ് നടന്ന് എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ ആദ്യമേ ഇങ്ങനെ വരാനാണ് കേട്ടോ പ്ലാന്. അപ്പോൾ മോനും ഉറക്കമാണ്, ചേട്ടായി ഉറക്കമാണ്, 2 പേരും അമ്പലത്തിൽ വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ നേരെ ഓപ്പോസിറ്റുള്ള ശിവൻ്റെ അമ്പലമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ ദൂരോട്ടുള്ള അമ്പലത്തിലൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ വന്നിട്ട് വിഷുവിൻ്റെ എല്ലാ സദ്യ ഒരുക്കാൻ പാടായി പോകും. ലാസ്റ്റ് ഞങ്ങൾ ഒരു വട്ടം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വട്ടം നമ്മൾ ഓപ്പോസിറ്റുള്ള അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു. അത് വിഷു ഒരു നല്ല ദിവസം നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയത് നല്ലൊരു ഐശ്വര്യം പോലെയാണ്, ഒരു നല്ല മനസ്സിനൊരു സുഖമാണ് കേട്ടോ. നമ്മൾ എണീച്ച് കുളിച്ച് ഫുഡുണ്ടാക്കി കഴിക്കാൻ മാത്രമല്ല, അത് അമ്പലത്തിലൂടെ പോകാൻ പറ്റിയ ഒരു നല്ല ഫീലാണ്. അങ്ങനെ അമ്മ വന്നിട്ട് മോനുവിനെയൊക്കെ ഉണർത്തിയിട്ട് അവർക്കൊക്കെ കൈനീട്ടം കൊടുക്കുകയാണ് കേട്ടോ. മോനുവിന് ഈ കാല് തൊട്ട് തൊഴുന്ന പരിപാടിയൊന്നുമില്ല, പക്ഷെ എന്തായാലും അമ്മയടുത്ത് മാത്രം അത് ചെയ്തു കേട്ടോ. അപ്പോൾ അമ്മയാണെങ്കിൽ ഇതേപോലെ പൂജയ്ക്ക് വെച്ചിരുന്ന അവിലും പിന്നെ അതേപോലെ ഒരു പാനീയം കേട്ടോ, അത് ശർക്കര വെച്ചിട്ട് ചെയ്യുന്നതാണ്.
അതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് കൊണ്ട് തന്നു. അപ്പോൾ ഇവിടെ സദ്യ നമ്മൾ മേളിലാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മ ഉണ്ടായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ എനിക്കൊരു വെപ്രാളം ഫീൽ വരും കേട്ടോ. അങ്ങനെ അവിയൽ, തോരന്, പച്ചടി, കിച്ചടി അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മ. അപ്പോൾ താഴെ അമ്മയാണെങ്കിൽ ഞങ്ങൾക്ക് ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി മേളിൽ കൊണ്ട് തന്നു കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ഉണ്ടാക്കുവാണെങ്കിൽ ഇന്ന് ലേറ്റ് ആയേനെ. എന്തായാലും അമ്മ അത് ചെയ്തുകൊണ്ട് വന്നുകൊണ്ട് അത് എളുപ്പമായി. എനിക്ക് ആക്ച്വലി വോയിസ് ഓവർ കൊടുക്കാൻ നല്ല പാടുണ്ട് കേട്ടോ. ഒട്ടും വയ്യ. ഇടയ്ക്കിടയ്ക്ക് തുമ്മയും ചുമക്കുകയൊക്കെ ചെയ്യുമ്പോൾ ബ്രേക്ക് ചെയ്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിയലായി, തോരനായി, പരിപ്പ് കറിയായി, സാമ്പാറായി, അങ്ങനെ ഓരോന്നോരോന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയും ഞാനും അമ്മൂ കൂടാണ് പരിപാടികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മൂസ് പാവം അപ്പപ്പ പാത്രങ്ങൾ കഴുകട്ടോ, അല്ലെങ്കിൽ ഒരുപാട് കൂടിപ്പോയാൽ പിന്നെ പണിയാവുമെന്ന് വെച്ചിട്ട് അവൾ അപ്പപ്പ തന്നെ കഴുകുക. അതുകൊണ്ട് വളരെ ഒരു ഹെൽപ്പായി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ലാസ്റ്റ് നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ അവിടെ ആണെങ്കിൽ ഒരു സദ്യക്കുള്ള എല്ലാം കൂട്ടി വരുമ്പോഴത്തേക്ക് അടുക്കള മൊത്തവും പാത്രങ്ങൾ കഴുകാനാണ്. അപ്പോൾ അവൾ അപ്പപ്പം അത് ചെയ്തുകൊണ്ട് അത് ഭയങ്കര ഒരു ഉപകാരമായി കേട്ടോ. അതേപോലെ അവൾ വെജിറ്റബിൾ എല്ലാം അരിഞ്ഞൊക്കെ തന്നു. അങ്ങനെ 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ചേട്ടായിയൊക്കെ ഉണർത്തിയിരുത്തി എല്ലാവരും കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അമ്മ വന്നിരുന്ന് ലീല ചേച്ചിക്ക് ഇന്നലെ രാത്രി മൊത്തം പുള്ളിക്കാരത്തി കോലമൊക്കെ ഇട്ടുകൊണ്ട് നടന്ന്, അതുകൊണ്ട് ഇപ്പോൾ വയറിന് വയ്യാന്ന് നടക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ വന്നോളാന്ന് പറഞ്ഞേക്കാണ്. അപ്പോൾ ബാക്കി എല്ലാവരും കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവർക്ക് ഫുഡൊക്കെ കഴിഞ്ഞ് 1 മണിക്കൂർ കഴിയുമ്പോൾ അമ്മുവും മോനും അങ്ങ് തിരിച്ചു പോകും കേട്ടോ. അപ്പോൾ അവർക്ക് ഇന്ന് തിരുവനന്തപുരത്ത് അമ്മൂൻ്റെ വീട്ടിൽ പോവുകയാണ്. അത് കഴിയുമ്പം നാളെ അവരങ്ങ് തിരിച്ച് വെല്ലൂരോട്ടും പോവും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞ് അവർ പാക്കൊക്കെ ചെയ്തിട്ട് ഇപ്പം ഞാനും ചേട്ടായി കൂടെ അവരെ ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് കയറ്റി വിടാൻ പോകട്ടോ, തക്കലയിൽ. അപ്പോൾ അമ്മ യാത്രയൊക്കെ പറയാൻ വന്നു. അവർ വന്നപ്പോൾ ഒരു മഴയുണ്ടായിരുന്നു, അതേപോലെ പോകാൻ നേരത്ത് ഒരു ചാറൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. മഴ അപ്പോൾ തന്നെ അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ തക്കല വന്നു. KSRTC ബസ്സിൽ കയറ്റിയിട്ട് ഇപ്പം നമ്മുടെ തക്കല ബസ് സ്റ്റാൻഡ് പണിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അതുകൊണ്ട് വെളിയിലോട്ടാണ് ബസ് സ്റ്റാൻഡ്. അങ്ങനെ അവരെ കയറ്റി വിട്ടു. അപ്പോൾ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.